എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ മെയിനായിട്ട് നടക്കുന്നത് എന്ന് മീറ്റ് ചെയ്യാൻ എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും പ്ലാൻ ചെയ്യുക, മീൻസ് ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ഉണ്ടാവാറുണ്ട്. അവിടെ മീറ്റ് ചെയ്യണം, ഇവിടെ മീറ്റ് ചെയ്യണം, എല്ലാവരും കൂടെ കൂടണം എന്നുള്ളത്. എന്നാലും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മീറ്റ് ചെയ്യൽ ഭയങ്കര പ്ലാനിങ് ആയിട്ട് കൊണ്ടുവരും. ബട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് അതേപോലെ തന്നെ കാഞ്ഞു പോകാറുണ്ട് അല്ലേ. ഇപ്രാവശ്യം വേറെ ഒന്നിനും നോക്കിയിട്ടില്ല. ടിക്ക് എന്നുള്ള രീതിയിൽ പ്ലാൻ അങ്ങ് സെറ്റ് ചെയ്തു. ആൻഡ് ക്ലിക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, നേരെ പോലുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു, നടന്ന കാര്യം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. വെറും ഫ്രണ്ട്സ് അല്ല കേട്ടോ, കോളേജ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ കോളേജ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഫ്രണ്ട്സ് ഉള്ളൂ എന്നുള്ളത്. കുറേ ആൾക്കാരുണ്ട്. ബട്ട് ഇപ്പോൾ ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വലിയൊരു സത്യം. അതായത് എല്ലാവരും കൂടി കിട്ടിയിട്ട് കൂടണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ എല്ലാവരോടും നേരെ അരികോടെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എന്താ വെച്ചാൽ അപ്പം തീരുമാനിക്കാം എന്നുള്ള മൈൻഡിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ ചെയ്യാല്ലേ, പഞ്ചായത്തിലെ മക്കളായതുകൊണ്ട് തന്നെ എല്ലാവരും ഏകദേശം സെയിം ടൈമിൽ തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് നേരെ കഫ്റ്റേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കഫ്റ്റേ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ മക്കളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനും അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനും കൂടുതൽ സ്പേസാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് വിട്ടത്. കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് ഇതേപോലെ. അതുകൊണ്ട് എന്ത് ചെയ്തു, കോളേജ് പഠിച്ച സമയത്ത് ഓരോന്ന് കാണിച്ച് കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിലും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ക്ഷീണിച്ച സമയത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്യണമല്ലോ. സോ ഓർഡർ ചെയ്തു, ഞങ്ങളല്ല മക്കൾ. കാര്യമായിട്ട് ഞാനും ആവശ്യം വീഡിയോ എടുക്കുന്ന തിരക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മുർഷിമ്മ എന്ത് ചെയ്തത്, നേരെ ടൗലും കൊണ്ട് വന്നത് ആ വീഡിയോ കോളാക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇപ്പം എന്ത്, ഞാൻ മോനെ ആയിഷയുടെ നോട്ടും ഞങ്ങൾ കേക്ക് കഴിക്കണോ കഴിക്കേണ്ടേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും 2 സ്പൂൺ ഒരു കത്തിയും കിട്ടിയതല്ലേ, അങ്ങനെ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കഷ്ടപ്പെട്ട് ബസ്സൊക്കെ കയറി വന്നതല്ലേ, കേക്കിൻ്റെ ടേസ്റ്റ് നോക്കാണ്ട് പോകാൻ പറ്റൂലല്ലോ വെച്ചിട്ട് മൂപ്പര് ടേസ്റ്റ് നോക്കിട്ടോ. പിന്നെ അതിൻ്റെ പുറകെ ഏതാ സാബിത ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ടാണ് അവളെ കുട്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടേസ്റ്റ് നോക്കൽ കഴിഞ്ഞ് ഫുള്ള് കഴിച്ചിട്ടാണ് കുട്ടി കാണുന്നത്. കേക്ക് വെറുതെ കഴിച്ചാൽ പോരാ, അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളതും കൂടി അറിയാതെ കഴിക്കില്ല എന്നുള്ള മട്ടിലാണ് സാബി. പിന്നെ എത്ര നേരം വെച്ചാൽ നമ്മളും പോസ്റ്റായി നിൽക്കും. അങ്ങനെ ഞാനും തുടങ്ങി മക്കളെ. എന്തിന് ചെറിയ കേക്ക് ആണെന്നുണ്ടെങ്കിൽ 1000 എക്സ്പ്രഷൻ മുഖത്ത് മിന്നി മറിയുന്ന ഷിഫ്നിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗൈസ്. എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. 2 ചെക്കന്മാർക്കിടയിൽ ചെറിയൊരു കാന്താരിക്കുട്ടിയാണ് കേട്ടോ ഐഷുമ. അതുകൊണ്ട് തന്നെ ഞാൻ ഓള് മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കുഴപ്പമില്ലാണ്ട് അവിടെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായി. ഇനി നമുക്ക് ഷിഫ്നയുടെയും സംഘത്തിൻ്റെയും ചില ഷോ ഓഫ് കാണാം. വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഞാൻ മാത്രമല്ല നല്ലൊരു നടി, അവരും കൂടി നല്ലൊരു നടിമാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഞാനും ഐഷമ്യം തകർത്ത് അഭിനയിക്കുന്നത് കണ്ടിട്ട് ഓനും കൂടി പറഞ്ഞു ഓക്കെ ഞാനും കൂടി ഉണ്ട് എന്നുള്ളത്, എന്നെയും കൂടി കുട്ടുമെന്നുള്ളത് എൻ്റെ മറുപടി ഇതായിരുന്നു. കയറി വാട മക്കളെ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എന്നുള്ള വിവരം അറിഞ്ഞ് സാബി എന്ത് ചെയ്തു, വാ മക്കൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും മാത്രമായിരുന്നു. മക്കൾ നമ്മളെ കൂടെ നല്ല രീതിയിൽ സഹകരിച്ച് നിന്നതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഷോ ഓഫ് തുടരുകയാണ് ഗൈസ്, തുടരുകയാണ്. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കാറില്ല. ക്യാമറ എവിടെയാണെന്നുണ്ടെങ്കിൽ ആരാണെന്നെങ്കിലും ഒന്ന് ഓടി വരുമല്ലോ. അതാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട്. ഇതാണ് സാബി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മുർഷി. പിന്നെ മുർഷിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മുർഷി വലിയൊരു പണിയിലാണ് ഇപ്പോൾ കണ്ടില്ലേ. അതായത് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി ഞങ്ങളുടെ ടാബിൻ്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഐഷ് ഓടിപ്പോയിട്ട് ഫുള്ള് ചുറ്റിക്കറങ്ങിയിരുന്നു. അതായത് കെഫ്റ്റെ ഫുള്ള് അവൾ ചുറ്റിക്കാണുമായിരുന്നു. ബട്ട് മമ്മിയായിട്ടുള്ള ഉത്തരവാദിത്വം കുറച്ച് കൂടിയിട്ടുള്ള മുർഷിയാണ് നമ്മുടെ ഐഷമ്മനെ തോളിലേറ്റി വരുന്നത്. മുർഷിയുടെ ആ വരവ് കണ്ടാൽ മനസ്സിലാവും. അവൾ പറയാതെ തന്നെ അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് വെക്കോളാം ഐഷോ, നീ വരണ്ടാന്നുള്ളത്. ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഞങ്ങളുടെ ടാബിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ പോയി അവിടെ ഇരുന്നു. ഈ ഇടയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരു വട്ട് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതായത് എന്ത് ഫുഡ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കും, ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് വട്ടായി തോന്നും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് വട്ട്. ഓക്കെ, അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കഴിക്കണ്ടേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുകയാണ് ഗൈസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നത്തേക്ക് പറയാമെന്ന് വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റസ്ലയും മാതിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നുള്ളത്. ബട്ട് അവർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് ഞങ്ങളെ പരിപാടികളൊക്കെ കഴിയാനായപ്പോഴാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇനി അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഓടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് സ്റ്റുഡിയോ പോകാമെന്ന് വിചാരിച്ചിട്ട് അരീക്കോട് തന്നെയുള്ള കേക്ക് സ്റ്റുഡിയോയിലാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്നുള്ള വീഡിയോസ് നമുക്ക് കാണാം ഗൈസ്. ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട് ഗൈസ്, ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നുണ്ട്, ബട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരായിട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇന്ന് നോക്കിക്കണേ കഴിഞ്ഞ് വിട്ടോളി ഗൈസ്. ഇനി ഒന്നുമില്ല, വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്യല്ലേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.